ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ 5ാമത്തെ നോമ്പ് തുറയാണ്. ആ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വൈകുന്നേരം 5:30 മണിക്ക് വീട്ടിലെത്തിയത് മുതൽ നോമ്പ് തുറക്കുന്നത് വരെയുള്ള കുഞ്ഞു സമയം. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഓയിലിട്ടിട്ടുള്ളത് ബ്രെഡ് ചിക്കൻ മസാല. ഭയങ്കര ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ കിടിലൻ ഐറ്റമാണ് ഈ ബ്രെഡ് ചിക്കൻ മസാല. ഒരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കിടിലൻ ഐറ്റമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഐറ്റമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ചെയ്തത് ചിക്കൻ ചീസ് ബോൾ. ചിക്കൻ മസാല, അതായത് ചിക്കനും ഉരുളക്കിഴങ്ങെല്ലാം വെച്ചിട്ട് മസാലയാക്കിയിട്ട് അകത്ത് ചീസും വെച്ചതിന് ശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതും വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞാൻ വീട്ടിലുണ്ടാക്കാറ്. നോമ്പ് നോക്കിക്കഴിഞ്ഞാൽ നോമ്പ് തുറന്ന സമയം അങ്ങനെ കൂടുതലൊന്നും കഴിക്കാൻ പറ്റില്ല. എന്നാലും എല്ലാ ഐറ്റംസും ടേബിളിൽ കാണണം. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഉണ്ടാക്കാറ്. പിന്നെ ഉള്ളി ബജ, അത് എല്ലാ ദിവസവും ഉണ്ടാക്കും. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഓരോ ദിവസം മാറ്റിയിട്ടാണ് ഉണ്ടാക്കൽ. ഉള്ളി ബജ എല്ലാ ദിവസവും വേണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ ഉള്ളി ബജ ഉണ്ടാക്കി. ഉള്ളി ബജ എല്ലാം വളരെ കുറവാണ് ഉണ്ടാക്കൽ, അങ്ങനെ കൂടുതലൊന്നും ഉണ്ടാക്കല. അങ്ങനെ കഴിക്കാൻ കൂടുതൽ ആളും ഇല്ല. ഉള്ളി ബജയിൽ ഉണ്ടാക്കിയതിന് ശേഷം ചിക്കൻ ഫ്രൈ, അതും എല്ലാ ദിവസവും എല്ലാവർക്കും വേണം. ഓരോരോ പീസ് ചിക്കൻ ഫ്രൈ വേണം. അപ്പോൾ അത് എപ്പോഴും ഉണ്ടാക്കും, അധികം ഉണ്ടാക്കും. പിന്നെ ചില സമയത്ത് ഉണ്ടാക്കാണ്ടിരിക്കും. അങ്ങനെ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നോമ്പൊക്കെ തുറന്ന് നല്ല ക്ഷീണമൊക്കെ കാണും. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നാളെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പൊക്കെ നോക്കിയ സമയത്തായിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത്. പിന്നെ നിങ്ങളുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊന്നും കമൻറ്റ് ചെയ്യാറില്ല. അപ്പോൾ എല്ലാം കമൻറ്റ് ചെയ്യണം. ആദ്യം തന്നെ വെള്ളം, കാരക്ക, ഈത്തപ്പഴം, ഫ്രൂട്ട്സ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന കാര്യം തന്നെയാണിത്. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഉള്ളി ബജ ഉണ്ടാക്കി. ഈ കാണുന്ന ചിക്കൻ ബ്രെഡ് മസാല ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റിയാണ്. ബ്രെഡ് ക്രംസിലൊക്കെ പൊതിഞ്ഞ് ഫ്രൈ ചെയ്യുന്ന കാരണം ഭയങ്കര ടേസ്റ്റി തന്നെയാണ്. ചീസ് ബോളും അതേപോലെ തന്നെയാണ്. പിന്നെ സമോസ ഇവിടെ ചിലപ്പോൾ മാത്രമേ മക്കൾ തിന്നു, ചില സമയത്ത് വേണ്ട അവർക്ക്. പിന്നെ ചിക്കൻ ഫ്രൈയും ടൊമാറ്റോ സോസും, അത്രയേ ഉള്ളൂ. പാലിട്ട ഷമാം, അതായത് കസ്കസും പാലും ഷമാമും. പിന്നെ ബത്തക്ക ജ്യൂസ്. ഇത് തടിന്ന് വെള്ളമെല്ലാം വറ്റുന്നത് കാരണം കുറേ കുടിക്കും. അതേപോലെ കാസർഗോട്ടുകാരുടെ സ്പെഷ്യലായിട്ടുള്ള കസ്കസ് പഴം സർബത്ത്. അപ്പോൾ ഇത്രയും അടങ്ങുന്ന ഒരു കൊച്ചു നോമ്പ് തുറയാണ് ഞങ്ങളുടേത്. ഓരോ നാട്ടിലും ഓരോ കൾച്ചറായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാസർഗോഡിൻ്റെ കാര്യങ്ങൾ മാത്രമേ അറിയൂ. അപ്പോൾ കണ്ണൂർ, അതേപോലെ മലപ്പുറം, കോഴിക്കോട്, അങ്ങനെയുള്ള പാലക്കാട്, അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ രീതി ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ രീതിയിലുള്ള നോമ്പ് തുറ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്പെഷ്യൽ എന്താണ്, നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നോമ്പ് തുറക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. മറ്റുള്ള കൾച്ചറൊക്കെ അറിയാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞങ്ങളുടെ കാസർഗോഡിൻ്റെ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ കാസർഗോഡിന് മാത്രമുള്ള കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസമായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചിരുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ സ്പെഷ്യലാണ് കോഴിക്കടമ്പ്. ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ എല്ലാ നാട്ടുകാരും ഉണ്ടാക്കലുണ്ട്, പക്ഷേ ഞങ്ങളുടെ നാട്ടിലാണ് ആദ്യമൊക്കെ കോഴിക്കടമ്പ് ഉണ്ടാക്കൽ. അപ്പോൾ കറിയൊന്നും വേണ്ടാണ്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. തീർച്ചയായിട്ടും ആ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നോമ്പ് തുറക്കാൻ ഒരു 3 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ടേബിളിൽ നോമ്പ് തുറക്കുന്നതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു വീഡിയോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണാം. ബൈ ബൈ.